ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തി ചായ അല്ലാന്നുണ്ടെങ്കിൽ ചെമ്പരത്തി ജ്യൂസിൻ്റെ റെസിപ്പിയും അതുപോലെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ നാട്ടിലെ പല വീഡിയോസ് ചെയ്ത സമയത്ത് ബ്രദറിൻ്റെ വീട് കാണിച്ചിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഹോം ടൂർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഹോം ടൂറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ചെമ്പരത്തി ജ്യൂസ് തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെമ്പരത്തി പൊട്ടിക്കാൻ നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള 5 ഇതളുള്ള ചെമ്പരത്തിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ടൈപ്പ് ചെമ്പരത്തി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെമ്പരത്തി ജ്യൂസ് അല്ലെങ്കിൽ ചെമ്പരത്തി ചായ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇതളുകളെല്ലാം നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുവിലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മാറ്റിക്കളയാം. അത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാമെന്ന് മാത്രം. ഇപ്പോൾ വീട്ടിലുണ്ടായതല്ലേ, വേറെ ഒന്നും എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടാക്കിയെടുക്കാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ശരിക്കും പറഞ്ഞാൽ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരിക്കണം, അത് നിർബന്ധം തന്നെയാണ്. അതിനുശേഷം ഇതൊരു 5 മിനിറ്റോളം സമയം അടച്ചു വയ്ക്കുക. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ചെമ്പരത്തിയുടെ കളറ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, ചെമ്പരത്തിയുടെ ഇതളൊക്കെ ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിതിപ്പോൾ അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യണത് എൻ്റെ അമ്മയായിരുന്നു കേട്ടോ. അമ്മയായിരുന്നു എനിക്കിത് ഉണ്ടാക്കി കാണിച്ചത്. ഞാൻ ജസ്റ്റ് വോയിസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അമ്മയാണ് എല്ലാം ചെയ്യണത്. ഇനി ഇതിലേക്ക് നമ്മളുടെ പുളിക്കനുസരിച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരൊക്കെ മതിയാവും ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ കളർ ഇതിൻ്റെ ചേഞ്ച് ആയിട്ട് വന്നത്, നല്ല അടിപൊളി കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ നിങ്ങൾക്ക് ഇത് കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പഞ്ചസാര ചേർക്കാതെ കഴിക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്ന് മാത്രം. അപ്പോൾ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ചെമ്പരത്തിക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ചൂടോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, ചെമ്പരത്തി ചായ ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം, അതായത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഇതാണ് ബ്രദറിൻ്റെ വീട്. അപ്പോൾ ഇത് പണിതത് 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ബ്രദർ ബിൽഡർ കം ഇൻറ്റീരിയർ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ബ്രദറിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് പണിതൊരു വീട് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോണും അതുപോലെ പ്രാവിൻകൂട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു വീട്ടിൽ മെയിനായിട്ട് വരുന്നത് വുഡ് വർക്കാണ്. സീലിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണിത്. അതുപോലെ ഈ ഒരു വീടിൻ്റെ വുഡ് വർക്ക് മുഴുവനായിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്, അതായത് ടീക്ക് വുഡിൽ. ഫാമിലി ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ പിന്നെ ഇത് കാണുന്നത് അപ്സ്റ്റേഴ്സിലുള്ള ലിവിങ് ഏരിയയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണത് സിറ്റ് ഔട്ട്, അതുപോലെ ബെഡ്റൂംസിൻ്റെ ഫോട്ടോസ്. പിന്നെ എൻ്റെ ബ്രദർ ബിൽഡർ കം ഇൻറ്റീരിയർ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ബ്രദറിന് ഒരു കമ്പനി ഉണ്ട്, വിൻഹാർട്സ് ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു വീട് ബ്രദർ പണിതിട്ടുള്ളതാണ്. ഇത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മാക്സിമം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യണത്. ഈ ഒരു വീട് 3280 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ടാണ് പണിതിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമും അതുപോലെ മുകളിൽ 2 ബെഡ്റൂമും. എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ ഡ്രസ്സിംഗ് റൂംസും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ലിവിങ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഗസ്റ്റ് ലിവിങ് ഏരിയ കൂടാതെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടി ഈ വീടിനുണ്ട്. 7.25 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിൻ്റെ പ്രൈസ് വരുന്നത് 89 lakhs ആണ്, അതായത് 89 ലക്ഷം. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ഈ ഒരു വീടിനോട് കൂടി എക്സ്ട്രാ സ്ഥലം ഉണ്ട്. മൊത്തത്തിൽ ഈ ഒരു വീട് സ്ഥിതി ചെയ്യണത് 70 സെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ ആവശ്യക്കാർക്ക്, അതായത് ഈ ഒരു 7.25 സെൻറ്റ് സ്ഥലം കൂടാതെ ആവശ്യാനുസരണം മുറിച്ച് നൽകും. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ കോമ്പൗണ്ട് വാളും അതുപോലെ ഗേറ്റും എല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നത് കിച്ചണും വർക്ക് ഏരിയയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. അപ്പോൾ കിച്ചണിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും സെയിലിന് ശേഷം. അതുപോലെ പിന്നെ കാണുന്നത് വർക്ക് ഏരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ അപ്സ്റ്റേഴ്സിലേക്ക് പോവാം. അപ്പോൾ അവിടെയും 2 ബെഡ്റൂംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതുപോലെ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ സ്റ്റെയർ കേസിൻ്റെ ചെയ്തിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്, കൂടാതെ ടീക്ക് വുഡും. അതുപോലെ അപ്സ്റ്റേഴ്സിൽ കാണുന്നത് ഒരു ലിവിങ് ഏരിയയാണ്, ഒരു വലിയ ലിവിങ് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീടിൻ്റെ വുഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിലാണ്, അതായത് ടീക്ക് വുഡിൽ. പിന്നെ ഈ കാണുന്നത് ഓപ്പൺ ടെറസാണ്. അതുപോലെ ഓപ്പൺ ബാൽക്കണിയും ഓപ്പൺ ടെറസും ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഈ വീടിനോട് കൂടി തന്നെയുള്ള കൃഷിസ്ഥലമാണ്. ഇവിടെ കുറേ വാഴക്കൃഷി, അതുപോലെ കൊള്ളി, കൂർക്ക, അതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതേ അല്ല. അപ്പോൾ ഈ ഒരു വീട് കണ്ടപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്തത്. പിന്നെ ഈ ഒരു വീടിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതുപോലെ ഈ ഒരു വീട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ലിവിങ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ബെഡ്റൂംസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ട്. ഇതാണ് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ബാൽക്കണിയിൽ കൊടുത്തിരിക്കുന്നതും ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ബ്രദറിൻ്റെ കോൺടാക്റ്റ് നമ്പറും അതുപോലെ ബ്രദറിൻ്റെ ഓഫീസിലത്തെ ഫോൺ നമ്പേഴ്സും എല്ലാം കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു വീടിൻ്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾ കാണുന്നത് കൂർക്ക കൃഷിയാണ്. അപ്പോൾ കുറേ കൂർക്കയൊക്കെ പറിച്ചിരുന്നു. ഇതിപ്പോൾ കുറച്ചൊരു ഏരിയ മാത്രമാണ് കാണുന്നത്. ഞാൻ പറിച്ചതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഒരുപാട് കൂർക്ക ഉണ്ടായിരുന്നു ഇവിടെ. ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് പറിച്ചെടുത്ത കൂർക്കയായിരുന്നു. അപ്പോൾ പല വലിപ്പത്തിലുള്ളതുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. പക്ഷേ ജൈവ കൃഷി ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന കൂർക്കയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കൂർക്ക നല്ല ടേസ്റ്റി തന്നെയായിരിക്കും. ഇത് കിണറോട് കൂടിയ വീടായതുകൊണ്ട് തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. പിന്നെ ഇതിൻ്റെ വശങ്ങളിലൊക്കെ കാണുന്നത് കൊള്ളിക്കൃഷി, അതായത് കപ്പ, ചേമ്പ്, വാഴ, അതുപോലെയുള്ള കൃഷികളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. പൂവൻ വാഴകളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ ചേമ്പിൻ്റെ ഇലയ്ക്കൊക്കെ എന്താ വലിപ്പം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെമ്പരത്തി ചായ അല്ലാന്നുണ്ടെങ്കിൽ ചെമ്പരത്തി ജ്യൂസ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ചെമ്പരത്തി ഒന്നും കിട്ടാൻ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. എനിക്ക് തോന്നുന്നു ചെമ്പരത്തിയൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ തയ്യാറാക്കി നോക്കുക. പക്ഷേ കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എന്നാലും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കിട്ടും. എൻ്റെ ബ്രദറിൻ്റെ, നിഷ് എന്നാണ് ബ്രദറിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.